ഗൈസ് നമ്മൾ ഫസ്റ്റ് ഒരു ബലൂൺ എടുത്തിട്ട് വീർപ്പിക്കണം. സ്നാപ്പ് കെട്ടിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു യെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇത് ഫുള്ള് കെട്ടണം. കാണിച്ചു തരാം. ഇത്തിരി യെല്ലോ ടാപ്പ് നമ്മൾ ടാർഗറ്റ് ഇത് റൗണ്ട് ഷേപ്പിലാക്കാൻ നോക്കണം. അതുവരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യെല്ലോ ടാപ്പ് ആക്കി പോകണം. അപ്പം കുറച്ചുകൂടി ഓവലിന് മാറിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മാറുക, കുറച്ച് മാറുന്നുണ്ട്. അത് റൗണ്ട് ഷേപ്പ് ആവുന്നതിന് നമ്മൾ സെലോ ടാപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്യണം. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് പോലെ ബലൂൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ വെച്ചാൽ റൗണ്ട് ഫുള്ള് കവർ ചെയ്യണം. ന്യൂസ് പേപ്പർ എടുത്താണ് ബലൂൺ നമ്മൾ വെച്ചു അത് ഫുള്ള് കവർ ചെയ്യണം. നമ്മളിവിടെ കുറച്ച് പേപ്പർ എടുത്ത് ചൊട്ടിയിട്ട് പിന്നെ കുറച്ച് സെലോ ടാപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇങ്ങനെ സെലോ ടാപ്പ് ഒട്ടിക്കണം. ഇത് റൗണ്ട് ആക്കാൻ നോക്കണം. അതിനാണ് നമ്മൾ ടാർഗറ്റ്. നമ്മളിത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിച്ചോടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇത് ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഇത് റൗണ്ട് ആക്കണം. അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഇനി നമ്മളൊരു ക്ലോത്ത് എടുക്കാമല്ലോ, ഒരു പഴയ ഷർട്ടിൻ്റെ തുണിയിട്ട് എടുത്തിട്ട് ഇത് ഫുൾ അങ്ങോട്ട് കവർ ചെയ്യണം. ഈ ഞാനൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് ഫുള്ളിങ്ങനെ കവർ ചെയ്യണം. നമുക്ക് കവർ ചെയ്യാം. നമ്മളത് ക്ലോത്ത് ഇങ്ങനെ കെട്ടിയിട്ട് കുറച്ച് സെലോ ടാപ്പ് എടുത്തത് ഇങ്ങനെ ഒട്ടിക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒട്ടിക്കണം. അത്യാവശ്യം കുറേ സെലോ ടാപ്പ് ആവശ്യമുണ്ട് ഫുട്ബോൾ ഉണ്ടാക്കണതിൽ. എന്നുവെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുട്ബോൾ ഉണ്ടാക്കണതിൽ നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിത് അത്യാവശ്യം കുറച്ച് സെലോ ടാപ്പൊക്കെ വെച്ച് അങ്ങനെ കെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മളിവിടെ അത്യാവശ്യം ടേപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കവർ എടുത്തിട്ട് ഈ ബോളിൻ്റെ ഉള്ളിലോട്ട് ആക്കണം. ബോൾ അതിൻ്റെ കവറിൻ്റെ ഉള്ളിലോട്ട് ആക്കണം. നമ്മളുടെ ബോൾ കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടുകയാണ്. ഇപ്പം പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് കയറി ഫൈനലി നമ്മളിത് ബോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അത് കെട്ടണം. ഇപ്പോൾ ഒരു നീറ്റ് ഉണ്ടാവില്ല കാണാൻ, പക്ഷേ നിങ്ങളുടെ വിശ്വസിച്ചു ലാസ്റ്റ് നല്ല രസം ഉണ്ടാവും. എന്നെ വിശ്വസിച്ചു നമ്മളിവിടെ കെട്ടണം. നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ അതേപോലെ തന്നെ വീണ്ടും വേറൊരു കവർ എടുത്ത് ചെയ്യണം. ശരി, ഇതും കവറേസ് വെച്ചാൽ ഈ കവർ അതിൻ്റെ അകത്ത് പോകണ്ടാവില്ല. ഞാൻ പോകുന്നതിൽ ഇപ്പം വരാം. പക്ഷേ ആ കവർ വെക്കാൻ പുതിയ കവർ വീണ്ടും എടുത്ത് ഇത് വലുതാണ്. ഇതെന്തായാലും ഈസിയായിട്ട് വെക്കുക. നമ്മൾ ഈസിയായിട്ട് ഇടാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇടാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ കവർ ഇട്ടു. വലിയൊരു കവർ വേണം. നമ്മൾ വീണ്ടും രണ്ടാമത്തെ ലെയറായിട്ടുള്ളൊരു കവറും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതും ഞാൻ ചെയ്താൽ തന്നെ കെട്ടണം. ഉറപ്പിൽ കെട്ടണം കേട്ടോ ഗൈസ്. നമ്മൾ രണ്ടാമത്തെ ലെയറും കൂടി കെട്ടി ഇനി അടുത്ത നമ്മളിതപ്പോൾ കവറൊക്കെ ഇങ്ങനെ ആക്കി ഇനി വീണ്ടും സെലോ ടാപ്പ് എടുക്കുക. എന്നിട്ട് ഈ ഇവിടെ ഇങ്ങനെ ഒരു തൂങ്ങുന്ന ഭാഗമല്ലേ, അതൊക്കെ നമ്മൾ ഒട്ടിക്കണം. പിന്നെ റൗണ്ട് പോലെ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവില്ല.
സെലക്ടേപ്പ് ഇന്ന് പുതിയ വാങ്ങിയ സെലക്ടപ്പാണ്. അതിനകത്ത് സെലക്ടപ്പ് എടുക്കും. ബോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, റൗണ്ട് ഷേപ്പ്. ഇതിൻ്റെ ബോളും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിരിക്കുന്നതിന് എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും അടിക്കുക. ലുക്ക് അറ്റ് ദിസ്, ഇറ്റ്സ് എ ഫുട്ബോൾ ഫോർ ഫ്രീ. ഇത് ഫ്രീ ആയിട്ടുണ്ടാക്കിയ ഫുട്ബോളാണ്, നമ്മൾ ഫ്രീ. ലുക്ക് അറ്റ് ദിസ്. ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ബലൂണായിട്ടും പവർ ഉണ്ട്. ഞാൻ അടിച്ചിട്ട് പൊട്ടിക്കില്ല. ഒന്നുകൂടി ഞാൻ ഫൈനൽ അടിച്ച് കാണിച്ചു തരാം. അതായിരിക്കും ഈ ഫൈനൽ ഷോട്ട്. ആൻഡ് ലെറ്റ്സ് സീ ഇറ്റ്. ഗൈസ് പവറിൽ ഇതാടെ അടിക്കാൻ പോവാണ്. പവറിലേക്കും അടിക്കാം. ലുക്ക് അറ്റ് ദിസ്. പൊട്ടിയില്ല. ലെറ്റ്സ് ഗോ. ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പീസ്.